ഹേ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ അനാലിറ്റിക്കൽ ജിയോമെട്രിയാണ്. അതിൻ്റെ എ പാർട്ട് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫോർമുല എ എന്ന് പറഞ്ഞൊരു പോയിൻറ്റും ബി എന്ന് പറഞ്ഞൊരു പോയിൻറ്റും തന്നെ അതിൻ്റെ രണ്ടിൻ്റെ ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഓൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഓൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഫ് എ എന്ന് പറഞ്ഞൊരു പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് 2, 3 ആൻഡ് ബി അതിൻ്റെ കോർഡിനേറ്റ് ആണ് 5 and 7. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. ഈ രണ്ട് പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എ ബി. ഈ രണ്ട് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ പോയിന്റില്ലേ, എയുടെ ഇതിനാണ് നമ്മൾ x1 ആൻഡ് y1 എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് അതിൻ്റെ ഫസ്റ്റ് എക്സ് ആയിരിക്കും, സെക്കൻഡ് വൈ ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ അടുത്തൊരു പോയിന്റ് നിന്നുണ്ട്, അതിൻ്റെ ഫസ്റ്റ് വരുന്നത് ആപ്സിസാണ്, അല്ലെങ്കിൽ എക്സിൻ്റെ ഇതായിരിക്കും, ഡിസ്റ്റൻസ് ആയിരിക്കും, പിന്നെ വൈയുടെ ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എനെ കൺസിഡർ ചെയ്യേണ്ടത് x1 y1 ആയിട്ടും ബീനെ കൺസിഡർ ചെയ്യേണ്ടത് x2 ആൻഡ് y2 ആയിട്ട്. ഓക്കെ, ഇത് x2, ഇത് y2, ഇത് x1, ഇത് y1. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാലോ. ലൈക്ക് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് x2 5 അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് y1ൻ്റെ 3 മൈനസ് y2 ദാറ്റ് ഈസ് 7 അതിൻ്റെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു നമുക്കിവിടെ വരും -3 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ -4 ഹോൾ സ്ക്വയർ ആൻഡ് -3യുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 9 പ്ലസ് -4ൻ്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ കിട്ടും 16 ആൻഡ് ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 വരും. റൂട്ട് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും 5. അപ്പം ഈ പറഞ്ഞ എയുടെയും ബിയുടെ ഡിസ്റ്റൻസ്, ദെയർഫോർ ഡിസ്റ്റൻസ് ഇവിടെ എഴുതി ചേർക്കണം. നിങ്ങൾ എഴുതിക്കുമ്പോൾ ആൻസർ എഴുതിക്കുമ്പോൾ ദെയർഫോർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 5. ഓക്കെ, നമുക്ക് ആൻസർ അവിടെ കിട്ടി, 5 എന്ന് കിട്ടി. ഇനി ഇതേ സംഭവം തന്നെ ഇതിൻ്റെ ഇക്വേഷനൊക്കെ പെട്ടെന്ന് മറന്നുപോയി. ലൈക്ക് ചെറിയ ഇക്വേഷനാണ്, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നുള്ളൂ. ബട്ട് ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഇതേ സംഭവം നമുക്ക് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം വെച്ച്. ദാറ്റ് ഈസ് പേജ് ഒന്ന് മറയ്ക്കണം. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ എഴുതാം. അതേ ക്വസ്റ്റ്യൻ തന്നെ. എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആയിരുന്നു 2, 3. ബി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആയിരുന്നു 5, 7. സോ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും അതിൻ്റെ ഒറിജിൻ അതിൻ്റെ 1, 2, 3, 4, 5, 6 ഇങ്ങോട്ടേക്ക് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇത് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലേ, നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ കൊണ്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ നമുക്കറിയാം 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ നേരെ ആയിരിക്കും എ എന്ന് പറഞ്ഞ പോയിന്റ്, പിന്നെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എ കിട്ടി, എ എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ നമുക്ക് 5, 7ൻ്റെ നേരെയാണ് y7. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ. നമുക്ക് എയും ബിയും കിട്ടി അല്ലേ. ഇത് രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി.
ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുമ്പോൾ ഈ പറഞ്ഞ എ ബി കണ്ടുപിടിക്കുന്നതിൽ എ ബി സ്ക്വയർ ഈക്വൽ ടു ഈ പറഞ്ഞ എ ഇത് നമുക്ക് സി എന്നിടാം. ഈ ഒരു പോയിന്റ്, ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് സി എന്നിടാം. അതിൻ്റെ എ സി സ്ക്വയർ പ്ലസ് ഈ പറഞ്ഞ ബി സി സ്ക്വയർ കൊണ്ട് കിട്ടിയാൽ മതി. അതായത് ഈ പറഞ്ഞ എ സി സ്ക്വയറും ഈ പറഞ്ഞ ബി സി സ്ക്വയറും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് പോവാം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാം. ഈ പറഞ്ഞ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ എത്രയാണ്? ഇപ്പോൾ നമുക്ക് എണ്ണ നോക്കുന്നുള്ളൂ. 2 3 1 യൂണിറ്റ്, ഇത് 2 ഇത് 3, സോ 3 യൂണിറ്റ്. 3 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 7 ആണ്. 7 1 ഇത് 2 ഇത് 3 ഇത് 4, ഇവിടെ വരെയാണ് നമുക്ക് ആവശ്യം. 4 യൂണിറ്റ് 4 സ്ക്വയർ. നമ്മൾ ആൻസർ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതേ സംഭവം തന്നെ കിട്ടുന്നത്. ഇവിടെയൊക്കെ റൂട്ടുണ്ട് കേട്ടോ. (9 + 16 = 25 = 5. നമുക്കത് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. മനസ്സിലായില്ലേ? നമ്മൾ ഇക്വേഷനും ഇത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് ലെങ്തി പ്രോസസ്സാണ്. മറ്റേ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് സംഭവം ക്ലാരിറ്റി മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഈ പൈതഗോറസ് തിയറം അത് തമ്മിലൊരു വ്യത്യാസമില്ല. മറ്റേത് ഇച്ചിരി എളുപ്പമായിരിക്കും. ആ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എ ബി = √(x1 - x2) (² + y1 - y2) (²). ഈ ഒരു സംഭവം ഓർത്തിരിക്കാനും പാടൊന്നുമില്ല. ഇതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് -2 3. അപ്പോൾ നമുക്ക് ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് ഈ പ്രാവശ്യം കണ്ടുപിടിക്കേണ്ടത്. അത് ഒറിജിൻ നമുക്കറിയാം, ലൈക്ക് ഒരു y ആക്സിസും x ആക്സിസും നമുക്ക് ക്രോസ് ചെയ്യുന്ന സെൻറ്ററിൽ വരുന്നതാണ് ഒറിജിൻ. അപ്പോൾ ഈ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അത് 0 ആയിരിക്കും. എക്സും 0 ആയിരിക്കും, വൈയും 0 ആയിരിക്കും. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇത് മൈനസ് ആണെന്നായിരിക്കും. അപ്പം എക്സിൻ്റെ ഈ വശത്തേക്കാണ് മൈനസ് വരുള്ളൂ. അതായത് ഇത് -1 ഇത് -2 അങ്ങനെ പോകും. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൈയുടെ പോസിറ്റീവ് സൈഡ്, അതായത് 1 2 and 3. അപ്പോൾ ഇതിൻ്റെ നേരെ എന്ന് പറയുമ്പോൾ ഇവിടെയായിരിക്കും പോയിന്റ്. അപ്പം ഇതും ഈ പറഞ്ഞ ഒറിജിനും നമ്മളുടെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളി ഡയറക്റ്റ്ലി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതായത് നമുക്കറിയാം ഇക്വേഷൻ എ ബി എന്ന് പറഞ്ഞൊരു 2 പോയിന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് x1 + x2 (² ഇവിടെ മൈനസ് x1 - x2 (² + y1 - y2 (²). അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അതായത് നമുക്കറിയാം ഒറിജിൻ്റെ കോർഡിനേറ്റ് എപ്പോഴും എക്സും വൈയും 0 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ രണ്ടും കോർഡിനേറ്റ് 0 ആയിരിക്കും, 0 0 ആയിരിക്കും. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കിവിടെ -2 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എയും ഇത് ബി ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ എയുടെ x1 y1, ബിയുടെ x2 y2, എന്നിട്ട് അത് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ലേ. ലൈക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മൈനസ് ഇവിടെ x2 എന്ന് പറഞ്ഞാൽ -2 അതിൻ്റെ (² പ്ലസ് നമുക്ക് ഇവിടെ x2 നമ്മുടെ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ദാൻ മൈനസ് നമ്മുടെ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 (² ദാറ്റ് ഈക്വൽ ടു). ഇപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് കിട്ടും 4 + 3² 9. നമുക്ക് ആൻസർ കിട്ടും √13. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്ന √13 ആണ്. √13. ഓക്കെ, മനസ്സിലായില്ലേ? സിംപിളി ഒറിജിനൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 0 ആയിരിക്കും. അതിൽ നിന്ന് വേറൊരു പോയിന്റ് വന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡയറക്റ്റ്ലി സിമ്പിളായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈനലി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 -3 and -4 2. അപ്പോൾ നമുക്ക് 2 പോയിന്റ് ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. നമുക്ക് എൻ്റെ ഇക്വേഷൻ അറിയാം. എ ബി = √(x1 - x2) (² + y1 - y2 (² ദാറ്റ് ഈക്വൽ ടു). നമുക്കിത് എന്ന് സങ്കല്പിക്കാം. അതിൻ്റെ x1 y1 കൊടുത്തു, ഇത് y2, ഇത് x2 y2. ഓക്കെ, അപ്പോൾ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0 ദാൻ മൈനസ് x2 എന്ന് പറഞ്ഞാൽ -4 അതിൻ്റെ (² പ്ലസ് ഇത് y1 ദാറ്റ് ഈസ് -3 മൈനസ് ഇത് y2 2. ഓക്കെ, അതിൻ്റെ (²). അപ്പോൾ ഇത് നമുക്ക് കിട്ടും 16 +
25. They're equal to നമുക്ക് ആൻസർ കിട്ടും √41. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് ഏകദേശം ക്ലിയർലി ഇപ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. K2 അതിൽ എക്സസൈസ് നമ്പർ 4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ 2, 3, 1, 5 ആൻഡ് 2, 7. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ് ഉണ്ടാവും. ഇതായിരിക്കും ട്രയാങ്കിൾ. അതിനകത്ത് ഒരു സൈഡ് നമുക്ക് ഈ കിട്ടിയ 2, 3 ആണ്. അതിന് നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത B എന്ന് പറഞ്ഞ സൈഡ് അതിൻ്റെ 1, 5 ആണ്. പിന്നെ അടുത്തത് C എന്ന് പറഞ്ഞ സൈഡാണ്, അതിൻ്റെ 2, 7 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. ഓരോ സൈഡിൽ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ AB = x1 - x2 2 y1 - y2 2. ഇതിലേക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈഡും കണ്ടുപിടിക്കാം. അപ്പോൾ AB എന്ന് പറഞ്ഞ സൈഡ് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ AB = ഇവിടെ x1 എന്താണ്, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ഓക്കെ, അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 2 - 1 2 + 3 - 5 2. അതിൻ്റെ എടുക്കുവാണെങ്കിൽ ഇവിടെ വരും 1, 1 സ്ക്വയർ 1 തന്നെ. ഇവിടെ -2 അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4, ദാറ്റ് ഈക്വൽ ടു √5. അപ്പോൾ നമ്മൾ ഒരു സൈഡ് √5 ആണ് AB. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓരോ സൈഡും എടുക്കാം. BC, അതിനുശേഷം AC. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സൈഡും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എല്ലാ സൈഡും നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ ലാസ്റ്റ് വരുന്ന ആൻസർ നമ്മൾ എഴുതേണ്ടത് therefore the length of the sides of triangle are √5. പിന്നെ അടുത്തത് നിങ്ങൾക്ക് കിട്ടുന്നത് CB എത്രയാണോ അത് √5 ആണ് കിട്ടുന്നത്, അതിന് ആൻസർ. പിന്നെ അടുത്തത് ACയുടെ ആൻസർ എഴുതി വെച്ചേക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ 2 പോയിൻ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചു. ഇപ്പോൾ പിന്നെ ട്രയാങ്കിൾസ് ലെങ്ത് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനിയിപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രൂവ് ദാറ്റ് ദ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് വരും. എന്നിട്ട് അത് ഐസോസിലസ് ട്രയാങ്കിൾ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണോ അല്ലെങ്കിൽ സ്ക്വയർ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണ് പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ആർ റോംബസ്. അപ്പോൾ റോംബസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ എന്താ പ്രത്യേകത എന്ന് അറിഞ്ഞിരിക്കണം. സോ അത് ഓരോന്നും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും. അതായത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ഈ കാണുന്നത്, സാധാരണ ട്രയാങ്കിൾ തന്നെ, പക്ഷേ അതിൻ്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇവിടെ കണ്ടോ 4 and 4 2 സൈഡ് ഈക്വൽ ആണ്. ബട്ട് അതിൻ്റെ താഴത്തെ വശം 3, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ബട്ട് താഴത്തെ ഈക്വൽ അല്ലായിരിക്കും. ഓക്കെ, അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. പിന്നെ അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അത് ദിസ് വൺ, എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കും. 3, 3, 3 എല്ലാ സൈഡും ഒരേ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. പിന്നെ അടുത്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ, എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ദാറ്റ് ഈസ് ഇതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് AB. ഇത് ഈ 2 സൈഡിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും ടോട്ടൽ. ഇപ്പോൾ ഇവിടെ 4ൻ്റെ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു, ഇവിടെ 2ൻ്റെ സ്ക്വയർ ആണെന്ന് വിചാരിച്ചു. ആ 4ൻ്റെ സ്ക്വയറും പ്ലസ് 2ൻ്റെ സ്ക്വയറിനോടും ഈക്വൽ ആയിരിക്കും ഈ പറഞ്ഞ AB. ഓക്കെ, അതായത് ഈ ABയുടെ ഇവിടുത്തെ വരുന്ന സ്ക്വയർ ഇത് 2ൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പിന്നെ അടുത്താണ് പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. പാരലോഗ്രാമാണ് ഈ കാണുന്നത്. അത് ട്രയാങ്കിൾ ഒന്ന് ചെരിച്ചു വരയ്ക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ട്രയാങ്കിൾ ഒന്ന് ചെരിച്ചു വരയ്ക്കുന്നു. അപ്പോൾ ട്രയാങ്കിൾ നമുക്കറിയാം അതിൻ്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഈ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, ഈ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. അതാണ് പാരലോഗ്രാം. പിന്നെ അടുത്താണ് റോംബസ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതായത് സ്ക്വയർ തന്നെ ഇവിടെ കണ്ടോ, സ്ക്വയർ ഒന്ന് ചെരിച്ചു വരയ്ക്കുക, നേരെ ഇരിക്കുന്ന സ്ക്വയറിനൊന്ന് തിരിച്ചു വരയ്ക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഈ പാരലോഗ്രാം. റെക്ടാങ്കിളിനൊന്ന് തിരിച്ചു വരയ്ക്കുക, റോംബസ് ആണെങ്കിൽ സ്ക്വയറിനൊന്ന് തിരിച്ചു വരയ്ക്കുക, അത്രേ ഉള്ളൂ. സ്ക്വയറിനെ പോലെ തന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്താണ് റെക്ടാങ്കിൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് ഇത് റെക്ടാങ്കിളിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഇവിടെ ഈക്വൽ ആയിരിക്കും. പിന്നെ ഇതിനെ ഡയഗണൽ എടുക്കുവാണെങ്കിൽ അതിപ്പോൾ ഞാൻ
സി ഡി എന്ന് പേരിടുകയെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് ഈ എ ബിയുടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കില്ലേ, അതിൻ്റെ ഡയഗണൽ, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് 2 അഡ്ജസൻറ്റ് സൈഡ്, അത് ഈ സൈഡിനും ഈ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്താണ് ലാസ്റ്റ് സ്ക്വയറിൻ്റെ എല്ലാ സൈഡ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഡയഗണലിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഏതിൽ രണ്ട് സൈഡിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇതിപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡയഗണലിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടിനോടോ അല്ലെങ്കിൽ ഇത് രണ്ടിനോടോ അല്ലെങ്കിൽ ഇത് രണ്ടിനോടോ ഏതെങ്കിലും രണ്ട് സൈഡിനോട് ഈക്വൽ ആയിരിക്കും. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 4, 3, 7, -1 and 9, 3 ആർ ദ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്തോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് കുറച്ച് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ആദ്യമേ തന്നെ നമുക്കറിയാം, ട്രയാങ്കിൾ ഇരിക്കുന്ന ഷേപ്പ് ഇങ്ങനെയല്ല ട്രയാങ്കിൾ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് എ ബി സി എന്ന് പേരിട്ടിട്ട് ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. അതായത് ഇവിടെ 4, 3, ഇവിടെ 7, -1, ഇവിടെ 9, 3. ഓക്കെ, എന്നിട്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ നിങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യമേ എയും ബിയും നിങ്ങൾ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. എന്നിട്ട് ബിയും സിയും കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എയും സിയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് ഇവിടെ നോക്കുക. ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് നോക്കണം, ചെയ്ത് നോക്കണം ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടോ. അതായത് ഇപ്പം നിങ്ങൾ എയും ബിയും നോക്കി, അത് √5 എന്ന് കിട്ടി, നിങ്ങൾക്ക് ഇവിടെ ഒരു 6 എന്ന് കിട്ടി, ഇതൊരു √5 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കണ്ടില്ല രണ്ട് സൈഡും നമുക്കിവിടെ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക വെച്ചാൽ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ആ ഫോർമുലയാണ്. ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇനി അടുത്താണ് ചോദിച്ചിരിക്കുന്നത്, ഷോ ദാറ്റ് ദ പോയിൻറ്റ്സ് 2, 2, -2, 8, 4, 5, 7, -1, 1 ആർ ദ വെർട്ടിസസ് ഓഫ് ആൻ റെക്ടാങ്കിൾ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം റെക്ടാങ്കുലർ ഈക്വൽ ആയിരിക്കണം, റെക്ടാങ്കുലർ തന്നെ ആണെന്നാണ് ഷോ ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. അത് ഓപ്പോസിറ്റ് സൈഡ്സ്, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. അതായത് ഇവിടെ ഈക്വൽ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഡയഗണൽ എടുക്കുകയാണെങ്കിൽ, ആ ഡയഗണൽ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിനോട് ഈക്വൽ ആയിരിക്കും. അതായത് ഇതോട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഡയഗണൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സൈഡുകൾ എല്ലാത്തിനും ഡിസ്റ്റൻസ് എടുക്കുക. എ ബിയുടെ ഡിസ്റ്റൻസ് എടുക്കുക, ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് എടുക്കുക. അടുത്തത് ബി സി എടുക്കുക, അങ്ങനെ തന്നെ സിയും ഡി എടുക്കുക, എയും ഡി എടുക്കുക. അങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾ അടുത്തത് അന്നേരം ഇങ്ങനെ ഇത്ര എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എയും ബിയും ഈ ഡിയും സിയും അത് ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ, അത് രണ്ടും കറക്റ്റാണോ കിട്ടുന്നത് നോക്കുക. രണ്ടും കറക്റ്റല്ല കിട്ടിയിരിക്കുന്നത്. ഇത് എ ബി 72, ഇത് √72 കിട്ടി, ഇത് √72 കിട്ടി. പിന്നെ അടുത്തത് ഈ ബി സി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി √18, ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി √18. അപ്പോൾ മനസ്സിലായി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. സോ ഇറ്റ് ഈസ് റെക്ടാങ്കിൾ. പിന്നെ അടുത്ത ഡയഗണൽ, നമ്മൾ ഡയഗണൽ വരച്ച് അതിൻ്റെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ ആ ഡയഗണൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതുപോലെ ഡയഗണൽ എ സി, നമ്മൾ ഈ പറഞ്ഞ എയും സിയും തമ്മിലാണ് ഡയഗണൽ വരച്ചേക്കുന്നത്. അപ്പോൾ ഡയഗണൽ എ സി കണ്ടുപിടിക്കണം. അത് ഇതിൻ്റെ ഇത് വെച്ചിട്ട് കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് അപ്ലൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ 90 കിട്ടി. സോ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുമ്പോഴല്ലേ, ഈ 72, 18 കൂട്ടിക്കുമ്പോൾ 90 അല്ലേ വരുന്നത്. ആ സംഭവം തന്നെ, അതായത് ഈ രണ്ട് ഇതിനോട് ഈക്വൽ ആണോ നോക്കുക. അപ്പോൾ നമുക്ക് റെക്ടാങ്കിൾ ആണ് കൺഫേം ചെയ്യാം. ദെയർഫോർ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്ത് നൗ ഇത് നമ്മുടെ 90 കിട്ടിയതാണ്. ദെയർഫോർ ABCD ഈസ് ആൻ റെക്ടാങ്കിൾ. ഓക്കെ, എന്നാ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ടെക്സ്റ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സ്ക്വയറിൻ്റെ എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 10 എക്സസൈസ് ആണ് ബാക്കിലുള്ള. അതിൻ്റെ ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം, ഒരു സ്ക്വയറും ചെയ്യാം, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. സോ ഫസ്റ്റ് വൺ നമുക്ക് ചോദിച്ചാൽ പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് പോയിന്റ്സ് ടേക്കൺ ഇൻ ഓർഡർ ആർ ദ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ. ഇത് സ്ക്വയറിൻ്റെ വെർട്ടിസസ് ആണോ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ എന്താണ്? സ്ക്വയറിൻ്റെ നമുക്ക് എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എല്ലാം 2 ആയിരിക്കും അല്ലേ. സോ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ക്വയർ പോലെ വരച്ചു, അതിന് ഞാൻ പേരിട്ടു ABCD.
ഡി ഇട്ടു. എന്നിട്ട് ഈ പറഞ്ഞ കോർഡിനേറ്റ്സ് എല്ലാം എന്നെ ഇവിടെ കൊണ്ട് എഴുതുവാണ്. -1 2, അടുത്തത് 0 1, പിന്നെ അടുത്തത് 3 0, പിന്നെ അടുത്ത ലാസ്റ്റ് 2 -3. അങ്ങനെ 4 ഞാൻ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോന്നും കണ്ടുപിടിക്കുക. AB കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് BC കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞ് CD കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞ് AD കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇത് എല്ലാം ഈക്വലായിട്ട് വരണം. കാരണം നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വലായിരിക്കും. അപ്പോൾ ഇവിടെ √2 എന്ന് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം √2 വരണം. ഓക്കെ, അപ്പം ഞാനിത് സ്കിപ്പ് ചെയ്ത് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. AB കണ്ടുപിടിച്ചു ആദ്യമേ, അതിന് BC കണ്ടുപിടിച്ചു, അതിന് CD കണ്ടുപിടിച്ചു, അതിന് AD കണ്ടുപിടിച്ചു. എല്ലാം കണ്ടുപിടിച്ചുമ്പോൾ നമുക്ക് ഒരേ ലെങ്ത്താണ് കിട്ടുന്നത്. ഓക്കെ, √10. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് സ്ക്വയറാണ്. ഇനി അത് മാത്രം പോരാ, സ്ക്വയറിൻ്റെ നമ്മൾ എയിൽ നിന്നും സിയിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കണം. എന്നിട്ട് ഡയഗണലിൽ സ്ക്വയർ എടുക്കണം. ആ സ്ക്വയർ ഏതിൽ 2 സൈഡിൻ്റെ ടോട്ടലിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് നമുക്ക് AD കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ADക്ക് കൂടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. AD = നമ്മൾ എന്തൊക്കെയുണ്ട് ഇവിടെ x1 - x2 ആണ് നമ്മുടെ ഫോർമുല. ദാറ്റ് പ്ലസ് y1 - y2. അപ്പോൾ ഇവിടെ നമ്മുടെ x1 എന്ന് പറഞ്ഞാൽ -1 -3 പ്ലസ് ഇവിടെ നമ്മുടെ 2 -0 ഇതിൻ്റെ ഓസ്കർ കൊടുക്കണം. ഓക്കെ, ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അപ്പോൾ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 16. ഇവിടെ 16 ചെയ്ത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 16 കിട്ടും. ഇവിടെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും 4. സോ ദാറ്റ് ഈക്വൽ ടു √20. √20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, നമുക്ക് ഡയഗണലിൻ്റെ √20 കിട്ടി. അപ്പോൾ നമ്മൾ എന്തായിരുന്നു, നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഈ ഡയഗണൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ക്വയറിൻ്റെ ഏതെങ്കിലും 2 സൈഡിനോട് ഈക്വൽ, 2 സൈഡും ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ അതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ √10 ആണ്, ഇവിടെ √10 ആണ്, അങ്ങനെ √10 എല്ലാ സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ 2 √10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് √20 അല്ലേ കിട്ടുന്നത്. അപ്പം ഈ ഡയഗണൽ സ്ക്വയറും ഏതെങ്കിലും 2 സൈഡിനോട് ഈക്വൽ ആണ് അല്ലേ? ഈ AB-യുടെ 10 ഈ 10 കൂട്ടിക്കഴിഞ്ഞാൽ 20 അല്ലേ ഇടുന്നത്. സോ ആ 20യും ഡയഗണൽ സ്ക്വയർ ഈക്വൽ ആണ്, ഏതെങ്കിലും 2 സൈഡിനോട് ഈക്വൽ ആണ്. സോ ദെയർഫോർ നമുക്ക് എഴുതാം ദി സ്ക്വയർ ABCD ഈസ് വെർട്ടിസിസ് എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്താം. ഓക്കെ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ്. ഇവിടെ നമുക്ക് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 1 2 3 4. ഇത്
നമ്മുടെ റോംബസിൻ്റെ വാർട്ടിസസ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ റോംബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ റോംബസ് നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സ്ക്വയർ തന്നെ ചെരിച്ച് വരയ്ക്കുന്ന രീതിയാണ്, ഇതാണ് സംഭവം റോംബസ്. ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നതിനാണ് പറയുക. അതായത് ഇതിപ്പോൾ വരച്ചിരിച്ച് ഇതുണ്ട്, അതായത് സ്ക്വയർ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതാണ് റോംബസ്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ പിക്ചേഴ്സ് എല്ലാം നോക്കി വെച്ചേക്കുക. എന്താ റോംബസ്, എങ്ങനെയാണ് ഈക്വൽ ട്രയാങ്കിൾ, എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നോക്കി വെച്ചേക്കുക. ഇതിലെല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം അവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എ എന്നിടാം, ഇതിന് ബി എന്നിടാം, ഇതിന് സി എന്നിടാം, ഇതിന് ഡി എന്നിടാം ഓരോ സൈഡ്. എന്നിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഇല്ലേ, ഇവിടെ 3 - 2 തന്നിട്ടുണ്ട്, 7 6 തന്നിട്ടുണ്ട്, -1 2 തന്നിട്ടുണ്ട്, -5 6 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ 3യും -2 നമുക്ക് എയിൽ കൊണ്ടിടാം. 3 - 2, അത് കഴിഞ്ഞിട്ട് ഈ 7 6 നമുക്ക് ബിയിൽ കൊണ്ടിടാം. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് -1 2 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡി വന്നേക്കുന്നത് ലാസ്റ്റ് വന്നേക്കുന്നത് -5 -6. അപ്പോൾ 4 സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന കോർഡിനേറ്റ് നെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഓരോ സൈഡും കണ്ടുപിടിക്കുക. എ ബി കണ്ടുപിടിക്കുക, അതിന് ബി സി കണ്ടുപിടിക്കുക, അതിന് സി ഡി കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുക, അതിന് എ ഡി കണ്ടുപിടിക്കുക. ഇങ്ങനെ ഓരോ സൈഡും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് എല്ലാം ഈക്വൽ ആണെങ്കിൽ, അതായത് ഇപ്പോൾ എ ഡി, ഇപ്പോൾ എ ബി നിങ്ങൾക്ക് കിട്ടുന്നത് 2 ആണെന്ന് വിചാരിച്ചു, സി ഡി കിട്ടുന്നത് 2 ആണ്, എല്ലാം 2 ആയിട്ട് കിട്ടുവാണെങ്കിൽ ദെയർ ഫോർ ദിസ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. ദെയർ ഫോർ എ ബി സി ഡി ഈക്വൽ ടു റോംബസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൻസർ ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻസർ. ആ റോംബസിൻ്റെ എല്ലാ സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എ ബി കണ്ടുപിടിക്കുക, ബി സി കണ്ടുപിടിക്കുക, സി ഡി കണ്ടുപിടിക്കുക, എ ഡി കണ്ടുപിടിക്കുക, എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. നമ്മൾ ചെയ്തപ്പോൾ എ ബി 80 വന്നു, ബി സി 80 വന്നു, സി ഡി 80 വന്നു, ഡി എ 80 വന്നു. ദെയർ ഫോർ എ ബി സി ഡി ഈസ് വെർട്ടിസസ് ഓഫ് റോംബസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്ത് നോക്കുക. ഓൺലൈനിലൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക. കാരണം ഇത് 50 മാർക്സിനൊക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ ഇച്ചിരി ഇതാണ് ഇത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല തീർന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്ഷൻ ഫോർമുല ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.